Hello students, ഇന്ന് നമ്മൾ ചാപ്റ്റർ 9 മോഡ്യൂൾ 4ലെ ആദ്യത്തെ സെക്ഷനാണ് ചാപ്റ്റർ 9 ആൾജിബ്രിക് നമ്പേഴ്സ്. ആൾജിബ്രിക് നമ്പേഴ്സിനകത്ത് പോളിനോമിയൽ എന്ന് പറയുന്ന സെക്ഷനാണ്. We consider polynomials with coefficients in the set of rational numbers. അപ്പോൾ ഇവിടെ നമ്മൾ polynomials and coefficients എന്ന് പറയുന്നത് set of rational numbers ആണ്. The collection of all such single variable polynomial is represented by q of x. Rational numberനെ നമ്മൾ denote ചെയ്യുന്നത് q ആണ്, അതായത് q of x. In a polynomial such as, അപ്പോൾ polynomial define ചെയ്തേക്കുവാണ് f of x equal to a naught x raised to n plus a1 x raised to n minus 1 plus etc plus an where a naught not equal to 0. അതായത് ഹയസ്റ്റ് പവർ ഇവിടെ raised to n ആണ് അല്ലേ. The non-negative integer n is called the degree of the polynomial. അതുകൊണ്ടാണ് a naught എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നേക്കുന്ന ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ് ആണ്. And a naught is called the leading coefficient. If a naught equal to 1, ഈ x highest പവറിന്റെ കോഎഫിഷ്യന്റ് ആണ് a naught എന്ന് പറഞ്ഞത്. ആ a naught 1 ആണെങ്കിൽ polynomial is called monic. ഇനി ഒരു തിയറം നോക്കാം. To any polynomial f of x and g of x over q with g of x not identically 0, there corresponds unique polynomials q of x and r of x such that f of x equal to g of x into q of x plus r of x, where either r of x is 0 or r of x is of lower degree than g of x. അപ്പോൾ ഇത് ഡിവിഷൻ അൽഗോരിതമിൽ നമ്മൾ ഇൻറ്റിജറിന്റെ കേസസിലെല്ലാം പഠിക്കുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ പോളിനോമിയലിന്റെ കേസിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് f of x and g of x be two non-zero polynomials of degree n and m respectively. അപ്പോൾ രണ്ട് പോളിനോമിയൽസ് എടുക്കുന്നു, f of x ഉം g of x അതിൻ്റെ ഡിഗ്രി എന്നും എമ്മും ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? f of x ഈക്വൽ ടു a naught x raised to n plus a1 x raised to n minus 1 plus a2 x raised to n minus 2 plus etc plus an. നമുക്കന്നെ g of x equal to b naught x raised to m plus b1 x raised to m minus 1 plus b2 x raised to m minus 2 plus etc plus bm, where leading coefficient not equal to zeros. Case 1, if n less than m, അപ്പോൾ n എന്ന് പറയുന്ന f of x പോളിനോമിയൽ അല്ലേ, ലെസ് ദാൻ ജി ഓഫ് എക്സ് ആണെങ്കിൽ അത് എന്തായി പോകും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്, therefore എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് കിട്ടും അല്ലേ. ഇനി ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം, ഇപ്പൊ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ കേസ് 2 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എമ്മിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുന്നു ബൈ ജി ഓഫ് എക്സ്. അപ്പൊ നോക്കാം നമുക്ക് എന്താ കിട്ടുന്നതെന്ന്. സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര എ എൻ. നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബി നോട്ട് എക്സ് റേസ് ടു എം പ്ലസ് ബി വൺ എക്സ് റേസ് ടു എം മൈനസ് 1 പ്ലസ് b2 x raised to m minus 2 etc bm. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക എഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ എഫ് എക്സ് നമ്മൾ എഴുതി, നമുക്ക് തന്നെ ജി ഓഫ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ടേം ആണ്, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഇൻറ്റു ഫസ്റ്റ് ടേം വരണം അല്ലേ. അപ്പോൾ ഇവിടെ എ നോട്ട് എക്സ് റേസ് ടു എൻ വരണമെങ്കിൽ നമ്മൾ ഏത് ടേമും കൊണ്ട്, ഏത് പോളിനോമിയൽ ഫസ്റ്റ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? എ നോട്ട് ബൈ ബി നോട്ട് എക്സ് റേസ് ടു x raised to n minus 1 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബി നോട്ടും ക്യാൻസൽ ആവും, എ നോട്ട്. പിന്നെ ഇവിടെ ഒരു എക്സ് റേസ് ടു എമ്മും എക്സ് റേസ് ടു എൻ മൈനസ് 1 ഉണ്ട്. അപ്പൊ എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് 1, സോറി എൻ മൈനസ് എം. അപ്പൊ എമ്മും ക്യാൻസൽ ആവും, എൻ വരും. അതാണ് ഫസ്റ്റ് ടേം എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് സെക്കൻഡ് ടേം ഈ ബി വണ്ണും ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു,
v1 x raised to m minus 1 ഇതോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a naught by b naught into v1 a naught by b naught into v1 x raised to m minus 1 plus n minus m. അപ്പോൾ മൈനസ് എം പ്ലസ് എം ക്യാൻസൽ ആയി n മൈനസ് 1. ഇനി നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്യുവാണ് അല്ലെ, എല്ലാ ടേംസിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി. ഇനി അടുത്ത ടേം വരുന്നത് a1 മൈനസ് ഈ ടേം അല്ലെ, ഇത് രണ്ടിനകത്തും എക്സ് റേസ് ടു എൻ മൈനസ് 1 കോമൺ ആണ്. അങ്ങനെ അടുത്ത ടേം വരുമ്പോൾ ഇവിടെ a2 എക്സ് റേസ് ടു എൻ മൈനസ് 2 എന്നാണ്. അപ്പൊ a2 മൈനസ് a നോട്ട് ബൈ b നോട്ട് b2 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എക്സെട്ര. ഇവിടെ അതുകൊണ്ട് ടേം വരും. അപ്പൊ ആ ടേമിനകത്ത് ഒരു ടേം എന്തുവായാലും എൻ മൈനസ് 1 ആയിരിക്കുമല്ലോ എക്സ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ അതിന്റെ മൈനസ് ആയിട്ട് വരുന്ന ഒരു ടേം ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലസ് എ എന്ന് പറയുന്ന ടേം ഉണ്ടാവും അല്ലെ. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഇപ്പൊ ഇതെന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സ് അല്ലെ, ഇത് ആർ ഓഫ് എക്സ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ജി ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഈ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുവാ, a naught by b naught x raised to n minus 1 into g of x plus r of x അല്ലേ ഇത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നോട്ടിലോട്ട് പോവാം. ഡിവൈഡ് ചെയ്ത് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തതാണ് എഴുതി ക്യൂ ഓഫ് എക്സ് കണ്ടോ. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ നോട്ട് ബൈ ബി നോട്ട് എക്സ് റേസ് ടു എൻ മൈനസ് 1 ജി ഓഫ് എക്സ് പ്ലസ് ആർ വൺ എക്സ്. അപ്പൊ ഈ സ്റ്റെപ്പ് മനസ്സിലായോ? നമ്മൾ എഴുതിയിരുന്നത് ഇത് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് എഴുതി. വേർ ഇവിടെ പ്ലസ് ആർ വൺ എക്സ്, ഈ അതിന് ആർ വൺ എക്സ് റിമൈൻഡറിന് ആർ വൺ എക്സ് എന്ന് എഴുതി. ആർ വൺ എക്സ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചു. റിമൈൻഡർ കിട്ടിയേക്കുന്നത്. അപ്പോഴും നമുക്ക് ആർ വൺ ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ വൺ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ. ഇതിനെ നമ്മൾ ഈ ടേമിനെ ക്യൂ വൺ ഓഫ് എക്സ് എന്ന് എഴുതി. വേർ ക്യൂ വൺ ഓഫ് എക്സ് എന്തുവാണെന്നുള്ളത് ഇവിടെ എഴുതി. അതുകൊണ്ട് റിമൈൻഡർ വരുമ്പോൾ റിമൈൻഡർ എപ്പോഴും എന്നിനെക്കാട്ടി കുറവാണല്ലോ. അപ്പൊ അവിടെ കിട്ടിയത് n മൈനസ് 1 അല്ലേ, എക്സ് റേസ് ടു n മൈനസ് 1. അപ്പൊ n മൈനസ് 1 ലെസ് ദാൻ n. ലെറ്റ് us assume that the theorem holds for degree less than n. അപ്പൊ ഇനി നമുക്ക് ലെസ് ദാൻ n ഹോൾഡ് ചെയ്യുന്നത് ബൈ ഇൻഡക്ഷൻ ആണ് പ്രൂവ്. We shall show that the theorem holds for degree n by induction. Then apply the result of the theorem to the. അപ്പൊ ഇത് ഇങ്ങനെ എഴുതണമെന്നില്ല, നമുക്കറിയാം ഡിഗ്രി ലെസ് ദാൻ എൻ വരുന്നത്. therefore ആർ വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, അടുത്തത് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് വൺ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. അപ്പൊ ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത്, ഈ ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ഏതായിരിക്കും, ജി ഓഫ് എക്സ് ആയിരിക്കും. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂ ഓഫ് ആർ വൺ ഓഫ് എക്സ് ഇൻ 1. അപ്പൊ നമ്മൾ മേളിൽ ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷനകത്ത് ആർ വൺ ഓഫ് എക്സിന് പകരം ഇത്, ഈ ആർ വൺ ഓഫ് എക്സിന് പകരം നമ്മളിപ്പോൾ കണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ആർ വൺ ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പൊ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ വൺ ഓഫ് എക്സ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആർ വൺ ഓഫ് എക്സിന്റെ വാല്യൂ ഇതാണ്ട് ഇത്, ഈ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ജി ഓഫ് എക്സ് എച്ച് വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ്. ഇനി ഇതിനകത്തും ഫസ്റ്റ് ടു ടേംസിനകത്തുനിന്ന് നമ്മൾ ജി ഓഫ് എക്സ് കോമൺ എടുക്കുന്നു. ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് എച്ച് വൺ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ വൺ. ഇനി ക്യൂ ഇപ്പൊ ഇതിനെ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് കോഷ്യന്റ് അല്ലേ, ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതി. ആ ക്യൂ ഓഫ് എക്സ് എന്താണെന്നുള്ളത് എഴുതി. ഹെൻസ് ഡിവിഷൻ അൽഗോരിതം ഹോൾഡ്സ് ഫോർ പോളിനോമിയൽസ് എഫ് ഓഫ് എക്സ് ഓഫ് ഡിഗ്രി എൻ.
അപ്പോൾ അത് എന്താ ട്രൂ ഫോർ എനി ഡിഗ്രി. Now we have to show that q of x equal to r of x. യൂണീക്ക് ആണെന്ന്. പോളിനോമിയൽ ഓഫ് എനി ഡിഗ്രി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അത് യൂണീക്ക് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ക്യൂ ഓഫ് എക്സോ ആർ ഓഫ് എക്സോ അല്ലാതെ വേറെ ഒരു കോഷ്യന്റ് റിമൈൻഡർ ഉണ്ടെന്ന് എടുത്തു. അതായത് ക്യൂ ഡാഷ് ഓഫ് എക്സും ആർ ഡാഷ് ഓഫ് എക്സും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ഡിവിഷൻ അൽഗോരിതം വെച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഡാഷ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് പ്ലസ് ആർ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും. ആർ ഡാഷ് ഓഫ് എക്സിന്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഈക്വൽ ടു 0. ഇനി ആദ്യത്തെ നമ്മൾ ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സ് ആണെങ്കിൽ ബൈ ഡിവിഷൻ അൽഗോരിതം എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഇവിടെ ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ജി ഓഫ് എക്സ്, അല്ലെങ്കിൽ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇനി ഫ്രം 2 and 3 we get q dash of x g of x plus r dash of x equal to, രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എഫ് ഓഫ് എക്സ് സെയിം ആണ് അല്ലെ. അപ്പൊ q dash of x g of x plus r dash of x equal to q of x g of x plus r of x, which implies നമ്മൾ ഈ q of x ഉള്ള ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് തന്നെ r dash of x നെ ഇപ്പുറത്തുണ്ട്. q dash of x minus q of x gx equal to r of x minus r dash of x. If ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെൻ ഡിഗ്രി ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. ഈക്വൽ ടു എന്തായി പോകും? എം ആവും അല്ലെ. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഡിഗ്രി ഓഫ് ജിയുടെ എന്തായിരിക്കും? ഇത് രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമ്മിനെക്കാട്ടിലും കൂടുതലാകും ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിഗ്രി. ബട്ട് ഡിഗ്രി ഓഫ് ആർ എച്ച് എസ് ഈസ് എയ്തർ 0, ഇത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി എം. ജി എമ്മിന്റെ ഡിഗ്രി എം ആണ് അല്ലെ. പക്ഷെ ഇത് 0 അല്ലെങ്കിൽ ഡിഗ്രി എമ്മിനെക്കാട്ടി കൂടും. ആർ ഓഫ് എക്സ് മൈനസ് ആർ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ലെസ് ദാൻ എം എന്നാ പറഞ്ഞത്. therefore എന്ത് പറയാം? ഇത് 0 ആയിരിക്കും. 0 ആണെങ്കിൽ q dash of x equal to q of x and r of x minus r dash of x equal to 0 implies r of x equal to r dash of x. അപ്പോൾ റിമൈൻഡർ ക്വസ്റ്റ്യൻ എന്താ? യൂണീക്ക് ആണ്. ഓക്കെ.